ജമാഅത്ത് കൗൺസിൽ ദേശീയ പ്രസിഡന്റ് സ്വീകരണവും ജുബൈരിയ മെമ്മോറിയൽ ഹാളിന്റെ നിർമ്മാണ പ്രവൃത്തികളുടെ ഉദ്ഘാടനവും നടന്നു. കേരള സന്ദർശനത്തിന്റെ ഭാഗമായി ജമാഅത്ത് കൗൺസിൽ രജിസ്ട്രേഡ് ഓഫീസിലെത്തിയ ജമാഅത്ത് കൗൺസിൽ ദേശീയ പ്രസിഡന്റ് ഡോക്ടർ അള്ളാപ്പിച്ച മാഹീന, ജമാഅത്ത് കൗൺസിൽ സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ ബാലാപുരം അഷ്റഫിന്റെ നേതൃത്വത്തിൽ വിപുലമായ സ്വീകരണം നൽകി. ജമാഅത്ത് കൗൺസിൽ ദേശീയ ചെയർമാൻ ജനാബ് വെഞ്ഞാറമൂട് MS ഷാജി യോഗം ഉദ്ഘാടനം ചെയ്തു. ജമാഅത്ത് കൗൺസിൽ ദേശീയ കമ്മിറ്റി ഇസ്ലാമിക് അഫയേഴ്സ് അഡ്വൈസർ ഡോക്ടർ സൈനഫ് ഷമീറ BDS, ദേശീയ സെക്രട്ടറി നാസർ അലിക്കണ്ണ, മാനേജിംഗ് ട്രസ്റ്റി ഡോക്ടർ ഷംസുദ്ദീൻ ഹാജി, സംസ്ഥാന ജനറൽ സെക്രട്ടറി ഡോക്ടർ AK ഗഫൂർ മലപ്പുറം, സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഡോക്ടർ റഹീം പൂവത്തിൽ, ആലിം കൗൺസിൽ സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ അബ്ദുൽ കലാം മിസ്ബാഹി, തിരുവനന്തപുരം ജില്ലാ പ്രസിഡന്റ് പുഴനാട് താജുദ്ദീൻ തുടങ്ങിയ നേതാക്കൾ ആശംസകൾ അർപ്പിച്ചു. GHRT കേരള സ്റ്റേറ്റ് സെക്രട്ടറി ഡോക്ടർ അരൂജും ആശംസ അർപ്പിച്ചിരുന്നു. യോഗത്തോടനുബന്ധിച്ച് ജമാഅത്ത് കൗൺസിൽ രജിസ്ട്രേഡ് ഓഫീസിനോട് ബന്ധപ്പെട്ടുള്ള ജമാഅത്ത് കൗൺസിലിൻ്റെ സ്ഥാപക നേതാക്കളിലൊരാളായ മർഹൂമ ജുബൈരിയ അവരുടെ നേതൃത്വത്തിലുള്ള ജുബൈരിയ മെമ്മോറിയൽ ഹാളിൻ്റെ നിർമ്മാണ പ്രവർത്തനത്തിന്റെ ഉദ്ഘാടനവും ദേശീയ പ്രസിഡന്റ് അള്ളാപ്പിച്ച മാഹീൻ നിർവഹിച്ചു. Assalamualaikum. Actually, you see that I am new to this one. Recently, I am nominated as the president, national president of India. And before that, I was having a lot of other charity works and all. I included that one. And recently, I spoke to our Kerala president, Dr. Ashraf, right? And after talking to him, so I found that okay, this Jamaat Council is doing a lot of social works and there, and community works are there, and they are the leading peoples to do or to solve so many problems, okay, community problems and educational types. So all these things they are doing. So since I am highly satisfied with all these things, I joined this one and working like that. Hope that this Jamaat Council will do a lot of social activities and community works and cultural works for the development of our community. Thank you very much. Any other programs suddenly in JHRP or human rights? Human rights. That part President will say about that, right? And Deputy Director. Yes, JHRT. Actually, right now I am in GCC actually, right? And I just joined newly only. So hope that I will study about all these things are there, and then I will start to do that work. Just single statement in Wakaf. That is, you see, our government at NARC, actually we urge our government to take the fair and right decisions regarding our community. That's what we feel about it, because it's very important for our community. So hope that they will take that right and decision, right, and fruitful decision. That's what we feel about it. Yeah. ജമാഅത്ത് കൗൺസിൽ ചാരിറ്റബിൾ ട്രസ്റ്റ് എന്ന സംഘടന കേരള സംസ്ഥാനത്ത് രൂപം കൊണ്ടിട്ട് ഏതാണ്ട് 7 വർഷം പൂർത്തിയാവുകയാണ്. ഈ 7 വർഷത്തിനുള്ളിൽ നമ്മുടെ സംസ്ഥാനത്തിൻ്റെ സാമൂഹിക, രാഷ്ട്രീയ, സാംസ്കാരിക രംഗങ്ങളിൽ വ്യക്തിമുദ്ര പതിപ്പിക്കുവാൻ സാധിച്ച ഒരു സംഘടനയായി നമ്മുടെ ജമാഅത്ത് കൗൺസിലിനെ വളർത്തിയെടുക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. അതിന് ഏറ്റവും മുൻകൈയെടുത്ത് പ്രവർത്തിച്ചത് ഈ സംഘടനയുടെ സംസ്ഥാന പ്രസിഡന്റ് ശ്രീ ബാലരാമപുരം അഷ്റഫ് തന്നെയാണ്. ഇന്ന് കേരളത്തിലെ ഒട്ടുമിക്ക ജില്ലകളിലും ഈ സംഘടന വളരെ ശക്തമായി പ്രവർത്തിച്ചു വരികയാണ്. ഈ സംഘടന ഇപ്പോൾ കേരളത്തിൽ നിന്ന് നമ്മുടെ ഇന്ത്യയിൽ ഉടനീളം ഓൾ ഇന്ത്യ തലത്തിലേക്ക് സംഘടനയുടെ പ്രവർത്തനം വ്യാപിപ്പിച്ചിരിക്കുന്നു. അപ്പോൾ ഇന്നലകളിൽ സംഘടനയുടെ സംസ്ഥാന ചെയർമാനായിരുന്ന എന്നെ ഇന്ന് ഓൾ ഇന്ത്യ ചെയർമാനായി മാറ്റിയിരിക്കുകയാണ്. നമ്മുടെ ഈ സംഘടന രൂപം കൊള്ളുമ്പോൾ നമ്മളോടൊപ്പം ഉണ്ടായിരുന്ന നമ്മുടെ സഹോദരി മർഹൂം ജുബൈരിയ ഇന്നവർ നമ്മോടൊപ്പമില്ല.
പക്ഷേ എങ്കിലും അവരുടെ ആ വലിയ മനസ്സ് നമ്മുടെ സംഘടനയ്ക്ക് ഇരിക്കാൻ ഒരു ആസ്ഥാന മന്ദിരവും അതുപോലെ തന്നെ ഇന്ന് ഉദ്ഘാടനം ചെയ്യപ്പെടുന്ന ജുബേരിയ മെമ്മോറിയൽ ഹാൾ എന്ന് പറയുന്ന ഒരു ചെറിയ സംവിധാനവും ഇന്ന് ഉദ്ഘാടനം ചെയ്യപ്പെടുകയാണ്. നമുക്ക് ഇത് ചെറുതായി തോന്നുമെങ്കിലും ഞങ്ങളെ സംബന്ധിച്ച് ഇത് ചെറുതല്ല. ആ മഹാമനസ്കയായ ജുബേരിയ തന്ന ഒരു ഔദാര്യം ഇന്ന് നമ്മുടെ സംഘടനയ്ക്ക് ആസ്ഥാനമായി മാറിയിരിക്കുകയാണ്. ഇന്ന് 7 വർഷം കഴിയുന്ന സമയത്ത് ഇന്ന് കേരളത്തിൽ മാത്രം തുടക്കം കുറിച്ച്, അതായത് ബാലരാമനത്ത് മാത്രം തുടക്കം കുറിച്ച് ഈ സംഘടന ഇന്ന് കേരളത്തിൽ മുഖ്യ ജില്ലകളിലും നല്ല സജീവ പ്രവർത്തനമായി മുന്നോട്ട് പോവുകയും താമസിക്കാതെ തന്നെ തൊട്ടടുത്ത് തമിഴ്നാട് ഉൾപ്പെടെ ഇന്ന് 8 സ്റ്റേറ്റില് നമ്മളുടെ സ്റ്റേറ്റ് കമ്മിറ്റികൾ തന്നെ വളരെ ശക്തമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നതോടൊപ്പം കൂടാതെ ലക്ഷദ്വീപ് ഉൾപ്പെടെ കൂടാതെ മിഡിൽ ഈസ്റ്റിന്റെ ഭാഗമായി വിദേശ രാജ്യങ്ങളിൽ പല സ്ഥലങ്ങളിൽ നിന്ന് നമ്മളുടെ ജമാഅത്ത് കൗൺസിലുകളുടെ സേവനം വളരെ ശക്തമായി മുൻനിരയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. ജമാഅത്ത് കൗൺസിൽ സംസ്ഥാന കമ്മിറ്റി സംഘടിപ്പിച്ചിരിക്കുന്ന ഈ പരിപാടി അതിൻ്റെ മഹത്വങ്ങളെക്കുറിച്ചും അതിൻ്റെ പ്രാതിനിധ്യത്തെക്കുറിച്ചുമൊക്കെ നമ്മുടെ നാഷണൽ ചെയർമാൻ MS വെഞ്ഞാറമൂട് ഷാജി സാഹിബ് അവർ വളരെ വിശദമായി ഇവിടെ പറയുകയുണ്ടായി. ഈ സംഘടനയുടെ മാഹാത്മ്യം എന്താണെന്നുള്ളത് വളരെ ചുരുങ്ങിയ കാലയളവിൽ തന്നെ കേരളക്കരയിലും ഈ ഇന്ത്യ രാജ്യത്തും വളരെയേറെ മാറ്റങ്ങൾ നമുക്ക് കൊണ്ടുവരുവാൻ സാധിച്ചു. ആ ഒരു സമയത്ത് ഇപ്പോൾ പ്രധാനമായി